ഒരൊറ്റ മതവിധിയുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ഒരു സംശയമുറയിൽ നിർത്തുകയല്ലേ ശരിക്കും ഒരു തരത്തിൽ താങ്കൾ ചെയ്തത്? ഒരിക്കലുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ എത്രയോ 190 മറ്റോ എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക? അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജില്ലയെയോ ജില്ലയിലുള്ള ഞാൻ അടക്കമുള്ള മുസ്ലിം സമൂഹം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എനിക്കും തന്നെയല്ലേ ദോഷം ചെയ്യുക. പക്ഷെ കാര്യങ്ങൾ പറയണം. ഞാനിപ്പോ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതർമെന്ന് പറഞ്ഞാൽ മുൻകർ അത് പറയുക തന്നെ വേണം. കള്ളക്കടത്ത് ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക, അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂരിക്കാരൻ ചെയ്താലും പെണ്ണക്കോടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ ചെയ്യരുത്, രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കരിമ്പൂയിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ, തൊടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം, പറയണം. കൊല്ലരുത് നീയ, കൊല്ലരുത് മാനുഷാദ, ഇന്ത്യയെ കൊല്ലരുത്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഒരു ഭാഗത്ത് പണം കുന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലക്കെട്ട് കെട്ടിയവനെ, തൊപ്പിയിട്ടവനെ, നിസ്കാരത്തമ്പുള്ളവനെ ഇത് പറഞ്ഞു കൊടുക്കൽ ആര്യമില്ല, നിർബന്ധമാണ്. അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നിസ്കാരത്തിന്റെ ഫർദും പറയാം, മുവാലാത്ത് ഉപകരണത്തെ പറ്റി പറയാം, അത് മതി. മറ്റേതങ്ങനെ നടക്കട്ടെ. ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി. അത് മതി മലഴുവനാകാൻ. ശരി, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മതവിധി കൊണ്ടാണോ ഈ കള്ളക്കടത്തിനെ തടയേണ്ടത്? നിയമം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും നിയമം കൊണ്ട് തന്നെയാണ്. നിയമം കൊണ്ട് ഇത് തടയാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മതസമുദായ നേതാക്കളെയാണ് വിളിക്കുക. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ ഒക്കെ സമുദായാംഗങ്ങളെ അടക്കി നിർത്തണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, മനസ്സിലാക്കണം. അതെന്തിനാ പറയുന്നത്? നമുക്ക് പട്ടാളത്തെ ഇറക്കി മുഴുവൻ വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? പോലീസിനിറക്കി വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? ഓരോ വിശ്വാസികളോടും അവരുടെ വിശ്വാസകാര്യങ്ങളും പറയണം. വിശ്വാസപരമായും മതപരമായും ഇത് തെറ്റാണ്. നിയമപരമായിട്ട് ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ അതില്ലാതാവും. പക്ഷേ മതപരമായിട്ടുള്ള ഒരു തെറ്റ് ഇവിടത്തെ ശിക്ഷ മാത്രമല്ല, മരണപ്പെട്ട് പരലോകത്ത് ചെന്നാലും അവിടെ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് ആ കാര്യവും കൂടി പറഞ്ഞ് ഒരു തിന്മയെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല മറ്റുള്ളവരും ചെയ്യണം, ഉറപ്പല്ലേ? ഞാൻ അത് അവര് ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായാംഗങ്ങൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ്, മതപരമായി ഇത് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അതെന്റെ ബാധ്യതയാണ്. അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് എന്നെ വേട്ടയാടിയപ്പോ ഈ വികാരം എന്താ തോന്നാതിരുന്നത്? ഇവിടെ ആർക്കെങ്കിലും തോന്നിയോ? ഓ, ജലീൽ ഒരു മുസ്ലിമാണ്, ഓനെ എന്തിനാ ഇങ്ങനെ ഇടങ്ങറാക്കണത്? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേര് ഇടങ്ങറാക്കിക്കോട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേട്ടപ്പട്ടിയെപ്പോലെ പിന്തുടർന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിൽ എനിക്കെതിരായി പ്രചരണം നടത്തി. അന്നില്ലാത്ത ഒരു മലപ്പുറം സ്നേഹം. ഞാൻ എന്താ മധ്യപ്രദേശുകാരനാ? ഞാനിതാ തമിഴ്നാട്ടുകാരനാ?
ഞാനും മലപ്പുറം ജില്ലക്കാരനാ. ആ മലപ്പുറം ജില്ലക്കാരനായ എന്നെ കൊത്തിവലിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഇവര് നടത്തിയിട്ടുള്ള പരക്കം പാച്ചിൽ ഇവർക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നേരത്തെ കണ്ടതാണ്. അതിന്റെ അർത്ഥം ഇത് മതവിരുദ്ധമല്ല എന്ന് ഇവിടുത്തെ വലിയ ഒരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു. ആ കാര്യം തെറ്റാണ്. അങ്ങനെ ഒരു പണ്ഡിതനില്ല. അങ്ങനെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന ഒരാളോ മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്തോ അദ്ദേഹമില്ല എന്ന് ലീഗ് നേതൃത്വം പറയുമെങ്കിൽ ഞാൻ അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. പേരും അയാളുടെ സ്ഥാനവും ഏതാണ് സംഘടന എന്നുള്ളതും ഒക്കെ. ഒരാളെ വഷളാക്കണമെന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അധികം അവർ പറഞ്ഞാൽ എനിക്കത് പറയേണ്ടതായിട്ട് വരും. ഞാൻ ഗുണപരമായ സതുദ്ദേശത്തോടുകൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. അല്ലാതെ ആരെയും ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിനെ കുറിച്ച് മാത്രമാണ് എന്ന് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ്. ആ ഖാദിയോടാണ് ഞാൻ പറഞ്ഞത്.